നല്ല നഞ്ഞ കല്ലാണ്. നനഞ്ഞ കല്ലാണ്, കട്ട മഴ പൊളിഞ്ഞാടൂലേ? ഇല്ല അത്യാവശ്യം നല്ല കട്ടിൽ ഐറ്റം ബോക്സ് ആണ്. തന്നെ ഒന്നും ആവൂല. ഇത് ഒട്ടിച്ചുണ്ടാക്കേണ്ട ഐറ്റം ബോക്സ് അല്ല, നല്ല അത്യാവശ്യം നല്ല കട്ടിൽ ഐറ്റം ബോക്സ് ആണ്. 1600 രൂപയാണ് വരുന്നത്. 60 കോഴിമുട്ട വെക്കാം 1600. ഇനി അതാ അതിന്റെ മേലെ അതുപോലെ തന്നെ 100 കോഴിമുട്ട വെക്കണത് 2000 രൂപയാണ്. നമ്മൾ ആദ്യം ഇതിന്റെ അടിയിൽ പേപ്പർ വിരിക്കുക, അതിന്റെ മുകളിൽ നെറ്റ് വെക്കുക, പിന്നെ ഈ പാത്രത്തിൽ ഈ കമ്പിന്റെ അളവരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ കോഴിമുട്ട വെച്ചാൽ മതി. പിന്നെ മാനുവൽ ഇൻക്യുബേറ്റർ 60 കോഴിമുട്ട വെക്കുന്നുണ്ട്. പിന്നെ അത് നമുക്ക് 100 കോഴിമുട്ട വെക്കുന്ന മാനുവലുണ്ട്. പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് 40 കോഴിമുട്ട വെക്കുന്നുണ്ട്. ആണ് സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. 40 കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. ഒന്നിങ്ങനെ രാവിലെ ഒന്നിങ്ങോട്ട് വലിക്കുക, വൈകുന്നേരം ജസ്റ്റ് അങ്ങോട്ട് നീക്കി കൊടുക്കുക. ഇതിൽ കൊണ്ടാ തിരിഞ്ഞോളൂ. റേറ്റ് വരുന്നത് 1800 150 കൊറിയർ ചാർജ് ആണ്. 60 കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ 3 മണിക്കൂർ കൂടുമ്പോൾ ട്രാ തിരിഞ്ഞോളൂ. കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഏതാണ്ട് ഒരു 20ഓളം മുട്ടകൾ ഇൻക്യുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചിരുന്നു. അതിന്റെ റിസൾട്ട് എന്തായെന്ന് നോക്കാം. 20 ദിവസത്തിന് ശേഷം നമ്മുടെ ഇൻക്യുബേറ്റർ തുറന്നു നോക്കിയപ്പോ കണ്ട കാഴ്ച, രാവിലെ കോഴിക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോ ഒരെണ്ണം വിരിഞ്ഞതായി കണ്ടു. ഏതാണ്ട് 1 മണിക്കൂർ കൂടെ കഴിഞ്ഞ് നോക്കിയപ്പോ രണ്ടാമത്തെ കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ ഇൻക്യുബേറ്ററിനുള്ളിലെ മുട്ടകളും വിരിഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ വൈകുന്നേരമായപ്പോഴേക്കും 20ൽ 13 മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട്. ഇനി വിരിയാനുള്ള മുട്ടകൾക്കുള്ളിൽ നിന്നും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും നമ്മുടെ മജീദ് ഖാന്റെ ഇൻക്യുബേറ്റർ സംഭവം സൂപ്പറാണ്. റിസൾട്ട് നോക്കിയിട്ട് സാധനം വാങ്ങാന്ന് പറഞ്ഞ ചങ്ങായിമാരെല്ലാം ചാടി കയറി ഓർഡർ ചെയ്തോളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴുകനാശാത്തി കയ്യിലേക്ക് മുട്ടയിട്ടത് എഡിറ്റിംഗ് ആണെന്ന് കുറച്ചുപേര് കമന്റ് ചെയ്തിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലിപ്പ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.